വിശദമായ വാർത്തയിലേക്ക്. ഹജ്ജിനിടെ വീണ്ടും വൻ ദുരന്തം. മിനായിൽ തിക്കിലും തിരക്കിലും പെട്ട് 460ഓളം പേർ മരിച്ചു. മരിച്ചവരിൽ ഒരു മലയാളിയും കൊടുങ്ങല്ലൂർ സ്വദേശി മുഹമ്മദാണ് മരിച്ചത്. മിനായിലെ കല്ലേറിനിടെയായിരുന്നു അപകടം. 500ഓളം പേർക്ക് പരിക്കേറ്റു. അപകടം ഇന്ത്യൻ ഹാജിമാരുടെ ടെന്റിനടുത്തുണ്ടായ ദുരന്തത്തിൽ 13ഓളം ഇന്ത്യക്കാർ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. മരണസംഖ്യ ഉയരാൻ സാധ്യത. മക്കയിലെ ആശുപത്രികളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി ടി ജമാലുദ്ദീൻ ചേരുകയാണ്. ജമാലുദ്ദീൻ, മരിച്ചവരിൽ ഒരു മലയാളിയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? സുരേഷ്, അങ്ങേറ്റം ആശങ്കാജനകമായ വാർത്തകളാണ് മക്കയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് 453 പേർ അപകടത്തിൽ മരിച്ചതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ജംറ പാലത്തിന് സമീപം ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് തീർത്ഥാടകർ മരിച്ചത്. 13 ഇന്ത്യക്കാർ അപകടത്തിൽ മരിച്ചിട്ടുണ്ട് എന്നുള്ള കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും മലയാളികളെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്ത, കൊടുങ്ങല്ലൂർ സ്വദേശി മുഹമ്മദ് എന്ന ഒരു മലയാളി അപകടത്തിൽ മരിച്ചു എന്നുള്ള വാർത്തയും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 453 പേരാണ് അപകടത്തിൽ മരിച്ചത്. നിരവധി പേർ, 500ഓളം പേർ ഇപ്പോഴും മക്കയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഇതിൽ പലരുടെയും നില ഗുരുതരമാണ്. പ്രായമായ ആളുകളാണ് പരിക്കേറ്റവരിൽ അധികവും. അതുകൊണ്ട് തന്നെ ഇനിയും മരണസംഖ്യ ഉയരാൻ സാധ്യത ഉണ്ട് എന്നാണ് ഇവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇന്ന് രാവിലെ സൗദി സമയം 11 മണിയോടുകൂടിയാണ് അപകടമുണ്ടായത്. ചെറിയ തിക്കും തിരക്കും പിന്നീട് വലിയ പരിഭ്രാന്തിക്ക് വഴിതെളിക്കുകയും വലിയ തിരക്കായി മാറുകയും ഹാജിമാർ ഒന്നിനു മീതെ ഒന്നായി വീഴുകയും വലിയ അപകടം സംഭവിക്കുകയുമായിരുന്നു. നിരവധി പേർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുരുതര പരിക്കുകളുടെ ആശുപത്രിയിൽ കഴിയുന്നുണ്ട്. സംഭവത്തെ കുറിച്ച് അന്വേഷിക്കാൻ സൗദി രാജാവ് ഉത്തരവിട്ടിട്ടുണ്ട്. സമഗ്രമായ അന്വേഷണം തന്നെയാണ് ഇത് സംബന്ധിച്ച് നടക്കുന്നത്. 2006 ശേഷം മക്കയിലുണ്ടായ ഏറ്റവും വലിയ ദുരന്തമാണ് ഇന്നുണ്ടായത്. കഴിഞ്ഞ ആഴ്ചയും മക്ക ഹറമിൽ ക്രെയിൻ പൊട്ടി വീണ് 107 പേർ മരിച്ചിരുന്നു. അന്ന് 8 ഇന്ത്യക്കാർ, ഒരു മലയാളി ഉൾപ്പെടെ 8 ഇന്ത്യക്കാരാണ് ആ അപകടത്തിൽ മരിച്ചത്. ഏതായാലും ഈ വർഷത്തെ ഹജ്ജിനിടെ ഉണ്ടാകുന്ന രണ്ടാമത്തെ അപകടമാണ് ഇന്നുണ്ടായത്. ലോകത്താകമാനമുള്ള ജനങ്ങളെ എത്തിച്ച അങ്ങേറ്റം നടക്കുന്ന ഒരു സംഭവമാണ് ഇന്നുണ്ടായത്. സുരേഷ്, ടി ജമാലുദ്ദീനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഹജ്ജിനെത്തിയ മലയാളികൾ സുരക്ഷിതരാണെന്ന് മന്ത്രി കെ.സി. ജോസഫ്. മിനായിലെ മലയാളികളുടെ വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി മഞ്ഞളാംകുഴി അലിയും. മിനായിലുള്ള മലയാളികളെ തിരിച്ചെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും പറഞ്ഞു. മലയാളികൾ ആരുമില്ല എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പോലീസ് ഇന്റലിജൻസ് സോഴ്സുകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. നമ്മൾ ഏതായാലും വിവരങ്ങൾ കൂടുതൽ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷദ്വീപിൽ നിന്നുള്ള ഒരു തീർത്ഥാടനത്തിന് പോയ തീർത്ഥാടകന് എന്തോ ചെറിയ പരിക്കുകൾ പറ്റിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ ലഭ്യമാണ്. ഏതായാലും നമ്മൾ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് മലയാളികൾ ആരുമില്ല. ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, ഇത്രയധികം ആൾക്കാർ, 40 ലക്ഷത്തോളം ആൾക്കാർ വരുമ്പോൾ സംഭവിക്കാവുന്ന ചില കാര്യങ്ങളാണ്. ഇതിന്റെ ഈ ഒരേ കർമ്മം, അതായത് ഈ പിശാചിനെ കല്ലെറിയ എന്നുള്ള ചടങ്ങാണ് ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് ഓരോരോ രാജ്യത്തിന് ഓരോ സമയം വെച്ച് പോകുന്ന വഴിയിൽ കൂടി പോകാൻ മാത്രമേ ഉള്ളൂ, ഇങ്ങോട്ട് വരാൻ പാടില്ല. പലപ്പോഴും ചില നാട്ടുകാരൊക്കെ, ചില രാജ്യക്കാരൊക്കെ അത് പാലിക്കാതെ പോകുന്ന വഴിയിൽ തന്നെ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെയാണ് ഈ സാധാരണഗതിയിൽ ഇതേപോലെ തിരക്കുണ്ടാവാറ്. അപ്പൊ അത് വലിയ പഴയ കാലത്തൊക്കെ ഇതേപോലെ ഇപ്പൊ പലപ്പോഴും ചില 1-2 മരണങ്ങളൊക്കെ സംഭവിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇതല്ല, ഇത് വളരെ വലിയൊരു മിഷാപ്പാണ്, വലിയൊരു സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ്. ഞാനിപ്പോഴ് അന്വേഷിച്ചപ്പോഴേ ഇപ്പൊ 2-3 പ്രാവശ്യം ഞാൻ അവരുമായി ബന്ധപ്പെട്ടിരുന്നു. ഇപ്പൊ അടുത്ത 2-3 മിനിറ്റ് മുമ്പ് സംസാരിച്ചപ്പോഴും അവരിതാ പറഞ്ഞത്, മലയാളികൾ വേറെ ആരും ഇല്ല, പക്ഷെ ജനങ്ങൾ ധാരാളം മരണപ്പെട്ടിട്ടുണ്ട്. വലിയ സങ്കടകരമായിട്ട്. ആത്മസമർപ്പണത്തിന്റെയും ത്യാഗത്തിന്റെയും ദീപ്തസ്മരണകളിൽ ഇന്ന് ബലിപ്പെരുന്നാൾ. സംസ്ഥാനത്ത് വിവിധ പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരങ്ങൾ നടന്നു. ഭീകരവാദത്തെ എതിർക്കണമെന്നും യഥാർത്ഥ ഇസ്ലാമിനെ ഭീകരപ്രവർത്തനം നടത്താൻ സാധിക്കില്ലെന്നും പുരോഹിതർ സന്ദേശം നൽകി. മെഗാസ്റ്റാർ മമ്മൂട്ടി കലൂരിൽ നടന്ന ഈദ് നമസ്കാരത്തിൽ പങ്കുകൊണ്ടു. മലബാറിലെ വിവിധ പള്ളികളിൽ ബലിപ്പെരുന്നാൾ ആഘോഷപൂർവ്വം കൊണ്ടാടി. കോഴിക്കോട് ബീച്ചിൽ സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഈദ് നമസ്കാരത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ജമായത്തെ ഇസ്ലാമി കേരള അമീർ MI അബ്ദുൽ അസീസ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഭീകരവാദവും തീവ്രവാദവും ഇസ്ലാമിന്റെ ലക്ഷ്യമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. മലപ്പുറം പാണക്കാട് ജുമാ മസ്ജിദിൽ നടന്ന പ്രാർത്ഥനയിൽ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കാസർഗോഡ്, പാലക്കാട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നടന്ന ഈദ് നമസ്കാരത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. മധ്യ കേരളത്തിൽ തൃശൂർ, ഇടുക്കി, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലും ബലിപ്പെരുന്നാൾ ആഘോഷപൂർവ്വം കൊണ്ടാടി. 5 ജില്ലകളിലെയും പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരവും പ്രാർത്ഥനയും നടന്നു.
പ്രധാനമായും കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന ഈദ്ഗാഹിന് നസറുദ്ദീൻ റഹ്മാനി നേതൃത്വം നൽകി. മലയാളത്തിന്റെ പ്രിയതാരം മമ്മൂട്ടി കലൂർ സ്റ്റേഡിയത്തിൽ ഈദ്ഗാഹിൽ പങ്കെടുത്തു. തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയിലും ഈദ്ഗാഹുകളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പത്തനംതിട്ടയിൽ പ്രധാനമായും ടൗൺ ജുമാ മസ്ജിദിന്റെ നേതൃത്വത്തിലാണ് ഈദ്ഗാഹ് നടന്നത്. തിരുവനന്തപുരം പാളയം മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ഈദ്ഗാഹിൽ പാളയം ഇമാം VP സുഹൈബ് മൗലവി നേതൃത്വം നൽകി. ഇസ്ലാം മതത്തിന്റെ പേരിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന IS പോലുള്ള ഭീകര സംഘടനകളെ വിശ്വാസി സമൂഹം ഒറ്റപ്പെടുത്തണമെന്ന് സുഹൈബ് മൗലവി പറഞ്ഞു. ഭീമാപ്പള്ളിയിലും സെൻട്രൽ സ്റ്റേഡിയത്തിലും പുത്തരിക്കണ്ടം മൈതാനിയിലും ഈദ്ഗാഹുകൾ ആഘോഷപൂർവ്വം കൊണ്ടാടി. ന്യൂസ് ഡെസ്ക്. ഉത്തർപ്രദേശിൽ നടന്ന വർഗീയ കലാപങ്ങൾക്ക് പിന്നിൽ BJP ആണെന്ന് ജുഡീഷ്യൽ കമ്മീഷന്റെ കണ്ടെത്തൽ. 60 പേരുടെ ജീവനെടുത്ത മുസാഫർ കലാപത്തിന് പിന്നിലും BJPയുടെ കരങ്ങളാണെന്നും സമാജ്വാദി പാർട്ടി നേതാക്കളുടെ പ്രവർത്തനങ്ങൾ കലാപം പടരാൻ കാരണമായെന്നും ജസ്റ്റിസ് വിഷ്ണു സഹായ് കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് രാജ്യത്തെ മധുരക്കനിയെന്നറിയപ്പെടുന്ന കരിമ്പ് കർഷകരുടെ നാടായ മുസാഫറിൽ വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. 50,000-ഓളം പേർക്ക് സ്വന്തം നാടും വീടും വിട്ട് പലായനം ചെയ്യേണ്ടി വന്നു. ഈ കലാപത്തിനു പിന്നിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാൻ ശ്രമം നടത്തുകയായിരുന്ന BJPക്കും സമാജ്വാദിക്കും കൈയുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഉത്തർപ്രദേശ് സർക്കാർ കലാപം അന്വേഷിക്കാനായി നിയോഗിച്ച അലഹബാദ് ഹൈക്കോടതി മുൻ ജസ്റ്റിസ് വിഷ്ണു സഹായ് കമ്മീഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. ഭരണ നേതൃത്വം കൈയാളുന്ന സമാജ്വാദി പാർട്ടി നേതാക്കളുടെ നിലപാടുകൾ സംശയാസ്പദമായിരുന്നു. പ്രദേശത്ത് നിലയുറപ്പിച്ച BJP സമാജ്വാദി പാർട്ടി നേതാക്കൾ കലാപം ആളിക്കത്തിക്കാൻ ശ്രമം നടത്തിയെന്നും സഹായ് കമ്മീഷൻ കുറ്റപ്പെടുത്തുന്നു. ഇന്നലെ ഉത്തർപ്രദേശ് ഗവർണർ രാം നായിക്കിന് റിപ്പോർട്ട് സമർപ്പിച്ചു. 6 അധ്യായങ്ങളിലായി 775 പേജ് വരുന്ന റിപ്പോർട്ടിൽ 337 ദൃക്സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങൾ തിങ്ങിപ്പാർത്തിരിക്കുന്ന പ്രദേശങ്ങളിൽ മാത്രം കലാപം നടന്നതിനു പിന്നിൽ ആസൂത്രിത നീക്കമുണ്ടെന്ന് നേരത്തെ പലരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് ജുഡീഷ്യൽ കമ്മീഷൻ ഇത് സ്ഥിരീകരിക്കുന്നത്. മുസാഫറിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് കഴിഞ്ഞ വർഷം കേരളത്തിൽ നിന്നുള്ള ധനസഹായത്തോടെ CPIM വീട് നിർമ്മിച്ചു നൽകിയിരുന്നു. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. കൺസ്യൂമർ ഫെഡ് അഴിമതിയിൽ സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ടതായി മന്ത്രി CN ബാലകൃഷ്ണൻ അറിയിച്ചു. സഹകരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി, രജിസ്ട്രാർ എന്നിവരെയാണ് അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കൺസ്യൂമർ ഫെഡിലെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഉയർന്നതോടെയാണ് ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം നടത്താൻ വകുപ്പ് മന്ത്രി ഉത്തരവിട്ടത്. സഹകരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിക്കും രജിസ്ട്രാർക്കുമാണ് അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയതെന്ന് മന്ത്രി CN ബാലകൃഷ്ണൻ വ്യക്തമാക്കി. UDF സർക്കാരിന്റെ കാലത്തെ മുഴുവൻ ഇടപാടുകളിലും അന്വേഷണം നടത്തി 3 മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. അതിൽ ആരൊക്കെ എന്തൊക്കെ പറ്റുണ്ടെങ്കിൽ അവരൊക്കെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കർശനമായ നടപടി എടുക്കണം എന്നുള്ള നിലയ്ക്കാണ് തീരുമാനം. കൺസ്യൂമർ ഫെഡിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്ന അന്വേഷണങ്ങൾ തൃപ്തികരമല്ല. ആരോപണങ്ങളിൽ സത്യസന്ധമായ അന്വേഷണം നടക്കുമെന്നും വകുപ്പിലുണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ വിഷമമുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സിസ്റ്റർ അമല കൊലക്കേസ് പ്രതി സതീഷ് ബാബു പിടിയിൽ. ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. പ്രതി സതീഷ് ബാബുവിനെ തിരിച്ചറിയാൻ കേരള പോലീസ് സംഘം ഉത്തരാഖണ്ഡിലേക്ക് തിരിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സിസ്റ്റർ അമല കൊലക്കേസ് പ്രതി സതീഷ് ബാബു ഹരിദ്വാറിലെ ആശ്രമത്തിൽ അഭയം തേടിയത്. ഗംഗാ സ്നാനത്തിനിടെ തന്റെ പേഴ്സും മൊബൈൽ ഫോണും കളഞ്ഞുപോയെന്നും പറഞ്ഞാണ് ഹരിദ്വാറിലെ അയ്യപ്പ സേവാ ട്രസ്റ്റിന്റെ ആശ്രമത്തിൽ എത്തിയതെന്നും ആശ്രമ നിവാസികൾ പറഞ്ഞു. മിനിഞ്ഞാന്ന് വൈകിട്ടാണ് ഇദ്ദേഹം ഹരിദ്വാർ അയ്യപ്പ ക്ഷേത്രത്തിൽ വരുന്നത്. സാധന സാമഗ്രികളെല്ലാം പോക്കറ്റ് അടിച്ചു പോയി എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. സതീഷ് ബാബു 3 ദിവസത്തോളം ആശ്രമത്തിൽ തങ്ങി. സഹോദരന്റേത് എന്ന് പറഞ്ഞ് സതീഷ് ബാബു ആശ്രമത്തിൽ ഒരു മൊബൈൽ നമ്പറും നൽകിയിരുന്നു. ഈ നമ്പറിലേക്ക് അധികൃതർ ബന്ധപ്പെട്ടു. സതീഷിനെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിനെ തുടർന്ന് അന്വേഷണ സംഘം സൈബർ പോലീസിന്റെ സഹായത്തോടെ പ്രതി തങ്ങുന്ന സ്ഥലം തിരിച്ചറിഞ്ഞു. ഉത്തരാഖണ്ഡ് SP അടക്കമുള്ള 4 അംഗ സംഘം ഇന്നലെ രാത്രി 11 മണിയോടെ ആശ്രമത്തിലെത്തി പ്രതിയെ പിടികൂടുകയായിരുന്നെന്നും കോട്ടയം SP സതീഷ് ബിനോ പീപ്പിൾ TVയോട് പറഞ്ഞു. കസ്റ്റഡി എടുക്കാനല്ല, സസ്പെക്ട് എടുത്തിട്ടുണ്ട്. നടന്നു വെച്ചാൽ ഇത് ഇന്നലെ ഒരു ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു ഹരിദ്വാറിൽ ഇയാളെ പോലെ ഒരാളുണ്ടെന്ന്. അപ്പൊ ഉടനെ ഹരിദ്വാറിലെ SSPയോട് സംസാരിച്ചു. അപ്പൊ അവരൊരു ടീം വിട്ട് ആളെ പൊക്കിയിട്ടുണ്ട്. അത് കൺഫേം ചെയ്യാനും വെരിഫൈ ചെയ്യാനും നമ്മൾ തീരുമാനിച്ചത് 4 പേരാണ്. ഹരിദ്വാറിലെത്തുന്ന പാലാ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള 4 അംഗ പോലീസ് സംഘം പ്രതിയെ പരിശോധനകൾക്ക് ശേഷം കസ്റ്റഡിയിലെടുക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി.
കാറുകളിൽ മലിനീകരണം കണ്ടെത്താതിരിക്കാൻ കൃത്രിമം കാണിച്ച് പിടിയിലായ ഫോക്സ് വാഗൺ കമ്പനിയുടെ പ്രതിസന്ധി ലോകമെങ്ങും വ്യാപിക്കുന്നു. പിഴയും നിയമ നടപടിയും നേരിടേണ്ടി വന്നാൽ കമ്പനിയുടെ നിലനിൽപ്പിന് തന്നെ അത് ഭീഷണിയാകുമെന്നാണ് പ്രധാന ആശങ്ക. യൂറോപ്പിലെ വമ്പൻ കാർ നിർമ്മാതാക്കളായ ഫോക്സ് വാഗൺ ജർമ്മനിയിൽ 1937 ഓടിത്തുടങ്ങിയത്. ടൊയോട്ട കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ ഓട്ടോമൊബൈൽ നിർമ്മാതാക്കളെന്ന ഖ്യാതിയുണ്ട് ഫോക്സ് വാഗണിന്. എന്നാൽ 7 പതിറ്റാണ്ടുകൾക്ക് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ കമ്പനിയിൽ സ്റ്റിയറിംഗ് നഷ്ടമായി നിയന്ത്രണമില്ലാതെ ഓടുന്നത്. ലോകത്തെ 10 ടോപ്പ് കാറുകളിൽ 3 അവകാശികളായ ഫോക്സ് വാഗൺ കാറുകളിൽ മലിനീകരണം കണ്ടെത്താതിരിക്കാൻ കാണിച്ച കള്ളക്കളികൾ പിടിക്കപ്പെട്ടതോടെ അമ്പരപ്പിലായത് ലോക കാർ വിപണി ഒന്നാകെയാണ്. കമ്പനി തലവൻ മാർട്ടിൻ വിന്റർകോൺ കുറ്റസമ്മതം നടത്തി രാജിവെച്ചതോടെ ഓഹരി വിപണിയിൽ കാർ കൂപ്പുകുത്തി. 1 കോടിയിലധികം കാർ വിറ്റ വഞ്ചനയിൽ ലോകം മുഴുവൻ ഇനി കമ്പനി നിയമ നടപടിയുമായും ഓടേണ്ടി വരും. അമേരിക്കയിൽ മാത്രം 4,82,000 കാറുകളിൽ തട്ടിപ്പ് സോഫ്റ്റ്വെയർ സ്ഥാപിച്ച് പുറത്തിറക്കിയിട്ടുണ്ട് ഫോക്സ് വാഗൺ. $200 കോടി ഫോക്സ് വാഗൺ പിഴയായി നൽകേണ്ടി വരുമെന്നാണ് നിയമവിദഗ്ധർ നിരീക്ഷിക്കുന്നത്. അങ്ങനെ വന്നാൽ കമ്പനിക്ക് സാമ്പത്തികമായി പിടിച്ചു നിൽക്കുക അസാധ്യം. ഫ്രാൻസും ബ്രിട്ടനും ഐക്യരാഷ്ട്രസഭ തന്നെയും സംഭവത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ കാർ വിപണിയിൽ മുഖ്യ എതിരാളി ഹോണ്ടയോട് ചേസ് ചെയ്ത് ജയിക്കാനായിട്ടില്ലെങ്കിലും ഫോക്സ് വാഗണിന് ഇവിടെ മതിപ്പ് കുറവൊന്നുമില്ല. ഇന്ത്യയിൽ പൂനെയിലെ പ്ലാന്റിൽ നിന്നാണ് ഏറ്റവും അധികം ഫോക്സ് വാഗൺ കാറുകൾ പുറത്തിറങ്ങുന്നത്. അതുകൊണ്ട് ഫോക്സ് വാഗണിന്റെ പ്രതിസന്ധി ഇന്ത്യയെ തൊടാതെ പോകുമെന്ന് കരുതാൻ ഒട്ടും ന്യായമില്ല. ന്യൂസ് ഡെസ്ക്. പോലീസുകാരൻ കുടപിടിച്ച മെറിൻ ജോസഫ് IPSന് മൂന്നാറിലേക്ക് സ്ഥലമാറ്റം. നിവിൻ പോളിക്കൊപ്പം യൂണിഫോമിൽ നിൽക്കുന്ന ചിത്രം ഫേസ്ബുക്കിലിട്ടതിന്റെ പേരിൽ മെറിൻ ജോസഫിനെ കൊച്ചിയിൽ നിന്ന് സ്ഥലം മാറ്റിയിരുന്നു. അതേസമയം മെറിനൊപ്പം കുടചൂടി നിന്ന തിരുവനന്തപുരം DCPക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല. വിവാദങ്ങളിൽ കുടുങ്ങിയ ACP മെറിൻ ജോസഫ് IPSന് വീണ്ടും സ്ഥാനചലനം. കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തിനിടയിൽ പോലീസുകാരനെ കൊണ്ട് കുടപിടിപ്പിച്ചതിന്റെ ശിക്ഷാ നടപടിയുടെ ഭാഗമായാണ് സ്ഥാനചലനം. തിരുവനന്തപുരം ACP സ്ഥാനത്ത് നിന്നും മൂന്നാറിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. മുമ്പ് കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ നടൻ നിവിൻ പോളിയുമായി ചേർന്ന് ഫോട്ടോയെടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് വിവാദമായതിനെ തുടർന്ന് മെറിൻ ജോസഫിനെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ശാസിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് സമരരംഗത്ത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വത്തെപ്പറ്റി പരിശീലനം നേടാനായി മെറിൻ ജോസഫിനെ തിരുവനന്തപുരത്ത് താൽക്കാലികമായി നിയമിച്ചത്. കുടപിടിപ്പിച്ച ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് മെറിൻ ജോസഫിനെ തിരുവനന്തപുരത്ത് നിന്ന് മാറ്റാൻ ഉത്തരവ് നൽകിയത്. സേനയിൽ ഓർഡർലി സമ്പ്രദായം അവസാനിപ്പിക്കാൻ DGP സെൻകുമാർ നടപടികൾ സ്വീകരിക്കുന്നതിനിടയിലാണ് മെറിൻ ജോസഫിന്റെ കുടപിടിക്കൽ വിവാദം ചൂടുപിടിച്ചതും തുടർന്ന് സ്ഥാനചലനമുണ്ടായതും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അനാവശ്യ മെയിലുകൾ ബ്ലോക്ക് ചെയ്യാനുള്ള സംവിധാനവുമായി Gmail. ഇന്നു മുതൽ ഈ സംവിധാനം ഡെസ്ക്ടോപ്പ് മെയിലുകളിൽ ലഭ്യമാകും. ഒരാഴ്ചക്കകം ആൻഡ്രോയിഡ് ഫോണുകളിലും ഇത് ലഭ്യമായി തുടങ്ങും. ലോകത്ത് കൂടുതലും ആളുകൾ ഉപയോഗിക്കുന്ന ഇമെയിൽ സംവിധാനമാണെങ്കിലും അനാവശ്യ മെയിലുകൾ ബ്ലോക്ക് ചെയ്യാനുള്ള സംവിധാനം ഇല്ലായിരുന്നു Gmailൽ. ഈ സംവിധാനം ഉൾപ്പെടുത്തി പരിഷ്കരിച്ച Gmail ഇന്നു മുതൽ ഉപയോക്താക്കൾക്ക് ലഭ്യമായി തുടങ്ങും. ഉപയോക്താവിന് ശല്യമായി നിരന്തരം വരുന്ന അനാവശ്യ മെയിലുകളെ നെവർ സീ മെസ്സേജ് ഫ്രം ദിസ് പേഴ്സൺ എന്ന ഓപ്ഷനിൽ പെടുത്തിയാൽ പിന്നീട് ശല്യമുണ്ടാവില്ല. ആവശ്യമുള്ളപ്പോൾ ഈ ശല്യക്കാരെ അൺബ്ലോക്ക് ചെയ്യാനും സാധിക്കും. നിലവിൽ ഡെസ്ക്ടോപ്പുകളിലാണ് ഈ സംവിധാനം ലഭ്യമാവുകയെങ്കിലും ഒരാഴ്ചയ്ക്കകം ആൻഡ്രോയിഡ് ഫോണുകളിലും സംവിധാനം ലഭ്യമായി തുടങ്ങും. നിലവിൽ സോഷ്യൽ നെറ്റ്വർക്കുകളായ ഫേസ്ബുക്കിലും വാട്സാപ്പിലും എല്ലാം ഈ ബ്ലോക്കിംഗ് സംവിധാനം ഉണ്ട്. Gmailലും കൂടി ഈ സംവിധാനം ലഭ്യമാകുന്നതിലുള്ള ആഹ്ലാദത്തിലാണ് ഇന്റർനെറ്റ് ഉപയോക്താക്കൾ. ന്യൂസ് ഡെസ്ക്. 1 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ന്യൂയോർക്കിലെത്തി. ബരാക് ഒബാമയുമായി കൂടിക്കാഴ്ച നടത്തുന്ന മോദി UN സമ്മേളനത്തിലും G4 രാജ്യങ്ങളുടെ ഉച്ചകോടിയിലും പങ്കെടുക്കും. 2 ദിവസത്തെ ന്യൂയോർക്ക് സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി 26-ന് കാലിഫോർണിയയിലേക്ക് തിരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളിൽ മലപ്പുറം ചൂടുപിടിച്ചു തുടങ്ങി. ലീഗും കോൺഗ്രസും തമ്മിലുള്ള തർക്കങ്ങളും പ്രാദേശിക വികസന രംഗത്തെ നേട്ടങ്ങളും പിടിപ്പുകേടുകളാണ് പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ. 2010-ൽ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകളുള്ള ജില്ലയിൽ ഏതാണ്ട് മുഴുവനും വിജയിച്ച UDF 12 നഗരസഭകളിലും 15 ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഒരെണ്ണം വീതമാണ് LDFന് നൽകിയത്. ഇനി മലപ്പുറം ജില്ലയിൽ 12 നഗരസഭകളും 15 ബ്ലോക്ക് പഞ്ചായത്തുകളും 94 പഞ്ചായത്തുകളുമാണ് ഉണ്ടാവുക. 2010-ൽ 7 നഗരസഭകൾ ഉണ്ടായിരുന്നതിൽ 6 UDFും 1 LDFും അധികാരത്തിലെത്തി. ആകെയുണ്ടായിരുന്ന 15 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പൊന്നാനി മാത്രമാണ് LDFനൊപ്പം നിന്നത്. ബാക്കി 14 സീറ്റിൽ UDF. 100 പഞ്ചായത്തുകൾ ഉണ്ടായിരുന്നതിൽ LDFന് ലഭിച്ചത് 9ഉം UDFന് 91ഉമായിരുന്നു. 32 ജില്ലാ ഡിവിഷനുകളിൽ LDFന് ജയിക്കാനായത് 2 സീറ്റിൽ മാത്രം.
ജില്ലയിലെ വികസനത്തിലെ പിന്നാക്കാവസ്ഥയാണ് ഇത്തവണ LDFന് പ്രതീക്ഷ നൽകുന്നത്. എന്തെങ്കിലും പബ്ലിസിറ്റി കിട്ടാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടപ്പാക്കുകയാണ്. കോൺട്രാക്റ്റ് രാജാണ് ജില്ലയ്ക്കകത്ത് പൂർണ്ണമായി നിലനിൽക്കുന്നത്. എന്ത് വികസനം വേണമെന്ന് തീരുമാനിക്കുന്നത് കോൺട്രാക്ടർമാരാണ്, അല്ലാതെ ഭരണസമിതി അല്ല. അങ്ങനെ തികച്ചും കോൺട്രാക്ട് ഭാവനാശൂന്യമായി എന്തിനാണോ അധികാര വികേന്ദ്രീകരണം ഉദ്ദേശിച്ചത് അതിന് നേരെ വിരുദ്ധമായ രൂപത്തിലാണ് മലപ്പുറം ജില്ലയിലെ ത്രിതല പഞ്ചായത്തുകളുടെ പ്രവർത്തനം നടന്നു വരുന്നത്. ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വമാണ് UDFന് കുഴക്കുന്നത്. 3 പഞ്ചായത്തുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ലീഗ് തീരുമാനിച്ചു കഴിഞ്ഞു. ഈ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോവാനാണ് ശ്രമിക്കുന്നതെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ ലീഗാണ് ഒന്നാം പാർട്ടി. അത് പണ്ട് മുതലേ നിലനിൽക്കുന്നതാണ്. സ്വാഭാവികമായി പ്രാദേശിക തലങ്ങളിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ചില സ്ഥലത്തൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ പറഞ്ഞ് രമ്യമായി പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ശ്രമം. 72% മുസ്ലിങ്ങളുള്ള ജില്ലയിൽ SDPI, വെൽഫെയർ പാർട്ടി തുടങ്ങിയ വർഗീയ കക്ഷികളുടെ സ്വാധീനവും ലീഗിനും UDFനും വെല്ലുവിളി ഉയർത്തുന്നു. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞു. കണക്കുകൂട്ടാനും പ്രതീക്ഷയർപ്പിച്ച് കാത്തിരിക്കാനുമുള്ള ദിവസങ്ങളല്ല ഇനി അവശേഷിക്കുന്നത്. തന്ത്രങ്ങളും അടവുകളുമായി രാഷ്ട്രീയ പാർട്ടികളുടെ അണികളും പ്രവർത്തകരും സജീവമായി കഴിഞ്ഞു. മലപ്പുറത്തു നിന്നും ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം KT സ്വാലിഹ്. സ്പെയിനിൽ നിന്ന് സ്വാതന്ത്ര്യം വേണമെന്ന കാറ്റലോണിയൻ ജനതയുടെ സ്വപ്നങ്ങളിൽ വഴിത്തിരിവാകുന്ന പൊതു തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് ബാഴ്സലോണ. ഒരുപക്ഷേ സമീപകാലം കണ്ട ഏറ്റവും ആകാംക്ഷ നിറഞ്ഞ തെരഞ്ഞെടുപ്പ് ബാഴ്സലോണ എന്ന ക്ലബിന്റെ ഭാവി കൂടി അടയാളപ്പെടുത്തും. കാറ്റലോണിയ സ്പെയിനിൽ നിന്ന് സ്വതന്ത്രമായാൽ കാറ്റലോണിയൻ ദേശീയതയുടെ ആസ്ഥാനമായ ബാഴ്സലോണയുടെ ഭാവി എന്താകുമെന്നാണ് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ചോരമണക്കുന്ന ചരിത്രം പറയാനുണ്ട് കാറ്റലോണിയയ്ക്ക്. മുതലാളിത്തത്തിനും രാജവാഴ്ചയ്ക്കുമെതിരെ നെഞ്ചുവിരിച്ചു പോരാടിയ ആണത്തമുള്ളവരുടെ കഥകൾ കേട്ടാണ് കാറ്റലോണിയ എന്ന ഭൂപ്രദേശം ലോക തൊഴിലാളി മനസ്സുകളിൽ നക്ഷത്രമായത്. ആ സ്നേഹം പങ്കുവച്ചാണ് ലോകത്തിന് ബാഴ്സലോണ എന്ന കാറ്റലോണിയൻ ഫുട്ബോൾ ക്ലബ് കളിക്കും കളി മികവിനുമപ്പുറം ചോരയിലലിഞ്ഞ വികാരമായത്. ലോക ഫുട്ബോളിൽ സ്പെയിന്റെ മേൽവിലാസമാണ് ബാഴ്സലോണ. എന്നാൽ സ്പെയിനിൽ ബാഴ്സലോണ എത്ര നാൾ? ആ ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് ആരാധകർ. കാരണം ഈ മാസം 27-ന് കാറ്റലോണിയയിൽ പൊതുതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. സ്പെയിനിൽ നിന്ന് സ്വാതന്ത്ര്യം എന്ന കറ്റാലൻ ജനതയുടെ സ്വപ്നത്തിന് പുതിയ ദിശാബോധം നൽകും ഈ തെരഞ്ഞെടുപ്പ്. കാറ്റലോണിയയ്ക്ക് സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യവുമായി പ്രവർത്തിക്കുന്ന 8ഓളം രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അധികാരത്തിൽ വന്നാൽ 1.5 വർഷത്തിനകം സ്പെയിനിൽ നിന്ന് സ്വാതന്ത്ര്യം എന്നതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. അതുകൊണ്ട് തന്നെ കറ്റാലൻ ദേശീയതയുടെ അവസാന വാക്കായ ബാഴ്സലോണയുടെ സ്പാനിഷ് ലീഗിലെ സ്ഥാനം എന്താവും എന്നാണ് ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. കാറ്റലോണിയ സ്പെയിനിൽ നിന്ന് സ്വതന്ത്രമായാൽ ലാലീഗയിൽ നിന്ന് ബാഴ്സ പുറത്താകും. ലോക ഫുട്ബോളിന്റെ ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്നാകും അത്. ഒപ്പം ചാമ്പ്യൻസ് ലീഗിലെ ബാഴ്സയുടെ പ്രാതിനിധ്യവും എങ്ങനെയെന്നത് കണ്ടറിയേണ്ടി തന്നെ വരും. പക്ഷേ എന്നും കറ്റാലൻ സ്വാതന്ത്ര്യത്തിന്റെ കൊടി ഉയർത്തിയിട്ടുള്ള ബാഴ്സലോണയും നൗ ക്യാമ്പും തെരഞ്ഞെടുപ്പിൽ നിഷ്പക്ഷത പാലിക്കുകയാണ്. പൊരുതി നേടിയ നേട്ടങ്ങൾക്കും വരാനിരിക്കുന്ന വസന്തത്തിനു നടുവിൽ ബാഴ്സലോണയും കാത്തിരിക്കുകയാണ് ഒരു ജനത ബാലറ്റ് പെട്ടിയിൽ നിക്ഷേപിക്കുന്ന സ്വപ്നങ്ങൾ എന്തെന്നറിയാൻ. സ്പോർട്സ് ഡെസ്ക്.